വെൽക്കം ബാക്ക് ടു ചാനൽ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഈ ബട്ടർഫ്ലൈ നമ്മുടെ നിന്ന് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിച്ചത് ചേച്ചി ഇത് ടിക്ടിക്കിലും അല്ലെങ്കിൽ അലിഗേറ്ററിലും ഒട്ടിക്കുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ടൈപ്പാണിത്. പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പം ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒരു വീഡിയോ ഉണ്ട് ചേച്ചി, വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാമോ, ചേച്ചി ചെയ്തതുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഇതുപോലെ ഈ ടിക്ടിക്കിൽ ഇതുപോലെ ഒട്ടിക്കുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയാസ്. ഇതിലിപ്പോൾ കുറച്ച് കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. കോപ്പർ വയർ ഗോൾഡനോ സിൽവറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പം ഗോൾഡൻ ആണ് എടുത്തിരിക്കുന്നത്. കോപ്പർ വയർ എടുത്തതിൻ്റെ ബാക്കി ഇരുന്നത് വെച്ചിട്ടാട്ടോ. അതിൽ കുറച്ച് പാസ്റ്റൽ ബീഡ്സ് അതിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഒരു 5 പീസ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പാസ്റ്റൽ ബീഡ്സ്. 5 എണ്ണം. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷെയ്ഡ് അനുസരിച്ചാണ്. പാസ്റ്റൽ ബീഡ്സ് ഇങ്ങനെ ചുറ്റി വന്നപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചായി കേട്ടോ. എന്നിട്ട് പിന്നെ സെൻറ്ററിൽ ഒരെണ്ണം, പിന്നെ രണ്ട് സൈഡിൽ 2 എണ്ണം, അങ്ങനെ 5 എണ്ണമാണ് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ അടുത്തതും ഉണ്ടാക്കിയത് കേട്ടോ. ഇനി സാറ്റിൻ ബോയിൽ ഞാൻ സെൻറ്ററിൽ തൊട്ടാണ് തുടങ്ങിയത്. എന്തെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ നമ്മളിപ്പം സൈഡിൽ നിന്ന് തുടങ്ങി വരുവാണെങ്കിൽ ചിലപ്പോൾ 2 സൈഡും ഒരേപോലെ കിട്ടണമെന്നില്ല. നമ്മുടെ 5 കളർ ബട്ടർഫ്ലൈ ആണോ ഉള്ളത്. അപ്പോൾ അത് ഞാൻ സെൻറ്ററിൽ നിന്ന് വെച്ചു. ആദ്യം തന്നെ ഒരു ബട്ടർഫ്ലൈ സെൻറ്ററിൽ നിന്ന് വെച്ചു. അങ്ങനെ തുടങ്ങി. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് 2 സൈഡിലും ഒരേപോലെ കിട്ടും. അപ്പം ഈ ബട്ടർഫ്ലൈ ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ നല്ലപോലെ സ്റ്റിക്കായിട്ട് ഇരിക്കണമെന്നില്ല. നല്ലപോലെ അമക്കി കൊടുത്താലേ അത് ഇരിക്കത്തുള്ളൂ. നമുക്കിത് കുറച്ചും കൂടെ ഒട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ എൻഡ് ടേപ്പില്ലേ, അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. ഈ ബട്ടർഫ്ലൈയുടെ ആ ഒരു സെൻറ്റർ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ പറയുക, ക്യാൻവാസ് ഷീറ്റ് വെക്കാം. പക്ഷെ അതൊരു ഭംഗി കാണത്തില്ല. അതിലും നല്ലത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് അല്ലേ, അപ്പോൾ എൻഡ് ടേപ്പ് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഞാൻ ഒട്ടിച്ചില്ലായിരുന്നു കേട്ടോ. ഇത് ചെയ്തതിന് ശേഷമാണ് ഞാനത് ഒട്ടിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ടല്ലോ ബട്ടർഫ്ലൈയുടെ. അടുത്തൊരു ബട്ടർഫ്ലൈ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ വരുമല്ലോ. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്റ്റോൺ അവിടെ ഒട്ടിച്ചത്. പിന്നെ അതിൻ്റെ താഴെ അടുത്ത ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയും കാണും കേട്ടോ. നമ്മളിപ്പോൾ ഈ സ്റ്റോൺ ഒട്ടിച്ചില്ലെങ്കിൽ അവിടെ ആ ഒരു ബ്ലാക്ക് ഇങ്ങനെ കാണും. അപ്പോൾ അതിലും ഭംഗി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും, സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മളൊന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെ വേണോ, അടുപ്പിച്ച് വേണോ അല്ലെങ്കിൽ കുറച്ച് അകലം വേണോ എന്നുള്ള രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ. ഇപ്പം നമ്മൾ 2 എണ്ണം ഒട്ടിച്ചു. ഇനി മൊത്തം 5 എണ്ണയല്ലേ, ഇനി 3 എണ്ണം കൂടി ഇതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മളെ ആദ്യം ചെയ്തെടുത്ത പാസ്റ്റൽ ബീഡ്സ് ഇല്ലായിരുന്നോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. അത് വേണമെങ്കിൽ നമുക്ക് അത് ചുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാലും അത് ചുറ്റിയാലും കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം തലയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചത്. അപ്പോൾ ഇതിപ്പം ഞാനിങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാൻ നോക്കിയിട്ടാണ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ. പിന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്
അത് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ഒരു മുട്ടി നിൽക്കുന്ന രീതിയിൽ ആ ഒരു മുത്തുകൾ ഇങ്ങനെ അതിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ മതി കേട്ടോ. ഒരുപാട് ലെങ്ത്ത് വേണ്ട. അതിന് ഞാൻ ആ കമ്പിയുടെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഇനി അപ്പുറത്തെ സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ അവിടെയും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഫെൽറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് തന്നെ കേട്ടോ അവിടെയും വെച്ചത്. അപ്പോൾ ഇതാട്ടോ ബട്ടർഫ്ലൈ ഹെയർ ബോയുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ അല്ലാതെ അലിഗേറ്ററിൽ അല്ല ടിക്ടിക്കിലൊക്കെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതിലും ഭംഗിയായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോ ചോദിച്ചവർക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്തെടുത്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഇന്ന് ഒരുപാട് പേര് ഇങ്ങനത്തെ ബട്ടർഫ്ലൈ വാങ്ങിയിട്ടുണ്ട്. ഈ 5 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ബട്ടർഫ്ലൈ വാങ്ങിച്ചവർക്കൊക്കെ ഇതുപോലെയും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൽ ആ എൻഡ് ടേപ്പും കൂടെ ഒട്ടിക്കുന്നതാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എൻഡ് ടേപ്പും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കാണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ബാക്കിയെല്ലാം ഒട്ടിച്ചില്ല, ജസ്റ്റ് ഒരെണ്ണം മാത്രം ഇങ്ങനെ ഒട്ടിച്ച് കാണിച്ചുള്ളൂ. ഇങ്ങനെയും കൂടെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അത് നല്ലപോലെ പിടിച്ചിരിക്കും, പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ അതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻഡ് ടേപ്പ് ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ പുറകിൽ വരുമ്പോഴത്തേക്കും അറിയത്തുമില്ല. ഫെൽറ്റ് ഷീറ്റും വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷേ എന്നാലും അത് ഗ്ലൂവിൽ നമ്മൾ തേച്ച് ഒട്ടിക്കുന്നതുകൊണ്ട് അത്രയായിട്ടും ഒട്ടിയിരിക്കത്തില്ല കേട്ടോ. അതിൽ നല്ലത് എൻഡ് ടേപ്പ് തന്നെയാണ്. അപ്പം ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്